ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊന്ന് തൃശ്ശൂർ വരെ പോവാനുണ്ട്. ശ്രീനാഥായിട്ടാണ് പോണത്. അവിടെ നമുക്കൊരു ക്ലിനിക്കിൽ പോവാനുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഇറങ്ങി പയ്യെ പാട്ടൊക്കെ കേട്ട് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ അങ്ങോട്ട് തോംസൺ കാസിലേക്കാണ് പോയത്. തൃശ്ശൂരുള്ള ഒരുവിധം എല്ലാവർക്കും തോംസൺ കാസ് അറിയാതിരിക്കില്ല. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിരുന്നു ട്ടോ. അങ്ങനെ കാത്തിരുന്ന് അവർ നമ്മുടെ പേര് വിളിക്കുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് പോകുക. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇത് കേറിയപ്പോ തന്നെ കണ്ട കാഴ്ചയാണ്. അരെ വാ, സ്വീറ്റ്സ് അതെന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അവിടുത്തെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഒരു പക്ക 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ഫീൽ ആയിരുന്നു. നമുക്ക് എത്ര വൈഡ് വെറൈറ്റി ഓഫ് മെനു അവൈലബിൾ ആണെങ്കിലും എവിടെ പോയാലും ഉച്ച സമയമാണെങ്കിൽ എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെയാണ് വേണ്ടത്. പിന്നെ തോംസൺ കാസയിലെ ബിരിയാണി ആണെങ്കിലും അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അപ്പോൾ ഒരു ബിരിയാണിയും ഒരു ചിക്കൻ 65 ആണ് ഞങ്ങൾ പറഞ്ഞത്. മുട്ടേനെ അപ്പൊ തന്നെ അടിച്ചു മാറ്റി. അശോകന് സ്വല്പം ക്ഷീണമാവാം. അങ്ങനെ ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. ചിക്കന്റെ ഒരു പീസ് ഒക്കെ എടുത്ത് കുറച്ച് സാലഡും എടുത്ത് ചോറും കൂട്ടി അങ്ങോട്ട് ചിക്കൻ 65 ഒരു കഷ്ണം ഒരു പപ്പടം എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചങ്ങോട്ട് കഴിക്കുക. ഓഹ് എന്റെ സാറേ, എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ നാക്കിന്ന് വെള്ളം വരുന്നുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇറക്കി വിടാനായിട്ട് ഒരു ഫ്രഷ് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി കുഴച്ചു കൂട്ടി കഴിച്ചപ്പോ കിട്ടിയ ഫീല് ഇപ്പോഴും നന്നായിട്ട് കൊതിയാവുന്നുണ്ട്. അടിപൊളിയായിരുന്നു. എന്നാൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല. അവിടെ നിന്ന് ആക്ച്വലി തൊട്ടടുത്താണ് കേട്ടോ എന്റെ ചേച്ചിയുടെ വീട്, അതായത് എന്റെ അളിയന്റെ. അവരുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോ ആണ് കേട്ടോ ഇപ്പോഴും ആ വീടിന്റെ മുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെയുള്ള ഒരു പീക്കിരിയാണ് ഇത്. സംഭവത്തിന്റെ അലർച്ച കേൾക്കണോ നിങ്ങൾക്ക്? അതിനെ നമ്മൾ നടക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടാണ്ട് നടക്കുകയും എടുത്തു കഴിഞ്ഞ് കിടന്ന് പെടച്ചോണ്ട് അലർച്ചയാണ് കേട്ടോ. ദാണ്ടേതി ഓടിപ്പോകുന്നതാണ് അതിന്റെ മമ്മി. ഇതിനെ ഓടിച്ചിട്ട് പിടിക്കലായിരുന്നു കേട്ടോ എന്റെ മെയിൻ ഹോബി. അവിടത്തെ ദേ കണ്ടാ കിണുങ്ങാൻ മണി ഇങ്ങനെ കുടുകുടുന്ന് നടക്കണത്. വേറൊരു സംഭവം കൊണ്ടുണ്ട്, ഇതിനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഹവർ ഗ്ലാസ് പോലെ ഇരിക്കുന്നു. ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഒരൊറ്റ കുഞ്ഞായതുകൊണ്ട് നന്നായിട്ട് പാല് കുടിച്ച് നല്ലപോലെ വീർത്താണ് കേട്ടോ ഇരിക്കണേ. ദേ തുടങ്ങി അതിന്റെ അലർച്ച. അങ്ങനെ താഴെ വന്ന് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും ആണ് ഫ്രണ്ട്സിനെ കാണാൻ പോയ അഭിലാഷ് ഏട്ടനും വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് ഏട്ടന്റെ അച്ഛനിങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ബജ്ജിയും പിന്നെന്തായിരുന്നു ഉഴുന്നോടെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. അതൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ഇട്ടു അവിടെ നിന്ന് വോഫിൾസ് കഴിക്കാൻ പോവാന്ന്. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ ഗ്ലോ ഒന്ന് കണ്ട് ആസ്വദിച്ചതാണ്. ബെൽജിയൻ വോഫിൾസിലേക്കാണ് പോയത്. ഷോപ്പിൽ എത്തിയപ്പോൾ ദേണ്ട ആളില്ല അവിടെ. കുറച്ചു നേരം നോക്കിയപ്പോഴേക്കും ആള് വന്നു. പിന്നെ അറഞ്ചും പുറഞ്ചും ഓർഡർ ചെയ്ത് വലിയൊരു ബില്ലും ഞങ്ങൾ അങ്ങോട്ട് വരുത്തിച്ചു. അത് കഴിഞ്ഞ് സാധനം എത്തി. ഒരു 5 ടൈപ്പ് സാധനമാണ് കേട്ടോ മേടിച്ചത്. കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വീറ്റ് ടൂത്ത് ഞാനാണെങ്കിലും ഈ ചോക്ലേറ്റിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് എന്തൊരു വെല്ലുവിളിയാണ്. കാരണം ബാക്കി സ്വീറ്റ്സ് ഒന്നും ആൾ തൊടില്ലെങ്കിലും ചോക്ലേറ്റിന്റെ കേസിൽ ആൾക്ക് അങ്ങനെ മട്ടലൊന്നുമില്ല, നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി നന്നായിട്ടൊന്ന് ആഞ്ഞു പിടിച്ചിട്ട് 4 തീർത്തു. ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് വീട്ടിലേക്ക് പാർസൽ എടുത്തേ. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോക്ക് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ഫുള്ള് ബ്ലോക്ക് കിട്ടി. അപ്പൊ ഓക്കെ ബൈ.